പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ കഴിയുക? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ കഴിയുമോ? കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ഇന്നത്തെ ചിന്തയുടെ ആപ്തവാക്യമായി ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഭയത്തോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിന് ആസ്പദമായ വാക്യം. നമ്മൾ എല്ലാ മനുഷ്യർക്കും പ്രശ്നമുണ്ട് ജീവിതത്തിൽ. ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക? ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. പല ആളുകളും ജീവിതത്തിൽ മാറണമെന്നാഗ്രഹിക്കും, പക്ഷേ എല്ലാവർക്കും മാറാൻ പറ്റുന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു പക്ഷേ നമ്മുടെ ശീലം മാറ്റണമെന്ന്, നമ്മുടെ സ്വഭാവം മാറ്റണമെന്ന്, നമ്മുടെ സംസാര രീതി മാറ്റണമെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഇടപഴക്കം മാറ്റണമെന്ന്, ഭാര്യയോടുള്ള നമ്മുടെ ചില ക്രൂരമായ ഇഷ്ടക്കേടുകൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനോട് നമ്മൾ കാണിക്കുന്ന ചില ഇഷ്ടക്കേടുകൾ, പ്രശ്നങ്ങൾ, അത് മാറ്റണമെന്ന്, മദ്യപിക്കുന്ന സ്വഭാവം മാറ്റണമെന്ന്, പുകവലിക്കുന്ന സ്വഭാവം മാറ്റണമെന്ന്, ചില തെറ്റായ ശീലങ്ങൾ ആരും അറിയാതെ ജീവിതത്തിൽ തുടരുന്നത് മാറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കത് മാറ്റാൻ പറ്റുന്നില്ല. എന്തായിരിക്കും അത് മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം? എന്നാൽ ചില ആളുകൾക്ക് അത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. നമുക്കെന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. നമുക്കെല്ലാവർക്കും ഉള്ളതാണത്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ധാരണ. ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ധാരണയാണ്. അതൊരു നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ചിത്രമാണ്, ഒരു പിക്ചർ ഇമേജാണ്. നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പിക്ചർ ഇമേജാണിത്. ഈ ചിത്രത്തിന് കാരണമായിരിക്കുന്നത് എപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വളർന്ന ജീവിത സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ഞെരുക്കം കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒക്കെ പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുത്തിയെടുക്കാറുണ്ട്, അല്ലേ? അതൊരു പക്ഷേ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ചിത്രമുണ്ട് എന്നുള്ളതാണ് ശരി. അപ്പോൾ ആ ചിത്രം നമ്മളിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതാണ് എൻ്റെ ശരി എന്നുള്ള നമ്മുടെ ചിത്രബോധം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മാറി മറ്റൊരു നല്ല ശീലം, ഒരു നല്ല ജീവിത രീതി പിന്തുടരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാറാൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ മാറേണ്ടതുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും മാറാൻ ആഗ്രഹിക്കുന്നവരാണ്, ജീവിതത്തിൽ തിരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ തിരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ചില അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഒരു വീട് വയ്ക്കാനായിട്ട്? ഒരു വീട് വയ്ക്കാൻ നമ്മൾ ആദ്യം ആഗ്രഹിക്കും, അല്ലേ? വീട് വയ്ക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. പിന്നെ അതിന് എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുക, ഏത് രീതിയിലാണ് പണം കണ്ടെത്തുക എന്ന് നമ്മൾ വിചാരിക്കും. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണും. പിന്നെ നമ്മൾ ഒരുപാട് വീടിൻ്റെ രീതി എങ്ങനെയാണ്, എന്താണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒക്കെ ആക്കിയ ശേഷമാണ് നമ്മൾ പ്രായോഗിക ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അവിടെ ഒരുപക്ഷെ പണം ഇല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കും. അതിൻ്റെയൊക്കെ പ്രോസസ്സ് വളരെ സങ്കീർണമായ
കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് വിചാരിക്കും ഓക്കെ ലൈഫ് പദ്ധതിയിൽ ഒരു അപേക്ഷ കൊടുക്കാം. ഇങ്ങനെ ഇതൊക്കെ തീരുമാനിച്ച ശേഷം നമ്മളൊരു എൻജിനീയറിനെ കാണുന്നു, അല്ലെങ്കിൽ ഒരു മേശിരിയെ കാണുന്നു. എന്നിട്ട് പറയും ഇങ്ങനെ ആയിരിക്കണം വീട്, ഈ രീതിയിലായിരിക്കണം, ഇത്ര മുറി ഉണ്ടാവണം, ഇന്നടുത്ത് സ്റ്റെയർ കേസ് ഉണ്ടാവണം. ഈ സ്വപ്നങ്ങൾ നമ്മൾ അയാളോട് പങ്കുവെക്കും. അപ്പോൾ ആ വ്യക്തി എന്തെന്നറിയാമോ, മനോഹരമായിട്ട് ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാൻ നമുക്ക് വരയ്ക്കും. ഈ ഒരു പ്ലാൻ വരച്ച് അതിനെ പഞ്ചായത്തിൽ നിന്ന് അംഗീകാരം നേടിയ ശേഷം നമ്മൾ ഈ പ്ലാൻ അനുസരിച്ച് വീട് പണിയുവാൻ ആരംഭിക്കുന്നു. അതിനുള്ള പണം, സമയഘട്ടം, അതിനുള്ള മെറ്റീരിയലുകൾ ഇതൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ച് വീടിൻ്റെ പണി തുടങ്ങുന്നു. ഇതേപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും. മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു വീട് പണിയാൻ നമ്മുടെ കയ്യിൽ ഒരു സ്കെച്ചും പ്ലാനും ഉണ്ടായിരിക്കും, നമുക്കൊരാഗ്രഹമുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്കെച്ചും പ്ലാനുമാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൽ നിന്നാണ് നമ്മൾ ആ വീടിനെ കെട്ടിപ്പടുക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചേഞ്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ മാറണം, എന്തിലേക്ക് മാറണം എന്ന് നമുക്കൊരു ധാരണയുണ്ടായിരിക്കണം. പലപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം, നമുക്ക് മാറാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ മാറണം, എങ്ങോട്ട് മാറണം, എന്താണ് എൻ്റെ ലക്ഷ്യം, ഏത് തരത്തിലേക്കാണ് ഞാൻ മാറേണ്ടുന്നത് എന്നൊരാശയം നമുക്കൊരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് അടുത്ത ഒരു ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. ഒരു പ്ലാൻ നമുക്കുണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാം, നമുക്ക് അതിനെ പണിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാം, നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനൊക്കെ നമ്മൾ ഓരോരോ എക്സസൈസുകൾ പ്ലാൻ ചെയ്യും അല്ലേ. കൈക്ക് ഇത്ര, കാലിന് ഇത്ര, ഇന്ന മസിൽസിന് ഇത്ര എന്നൊക്കെ നമ്മൾ ആ പ്ലാൻ അനുസരിച്ച് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മൾ കെട്ടിയെടുക്കുന്നത്. ഇപ്പോൾ മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, തിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ എങ്ങനെ മാറണം, എന്ത് മാറ്റമാണ് വരേണ്ടത് എന്നൊരു പദ്ധതി നമുക്കില്ല. ആ പദ്ധതി നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനും ഒന്നുമില്ല, പരിശീലിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒന്നും നേടാനില്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഇരിക്കും. നമുക്ക് അതിലേക്ക് നടന്നെടുക്കാനുള്ള പടികളില്ല, ചെയ്തു തീർക്കാനുള്ള വഴികൾ നമുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആരായി മാറുമെന്നറിയാമോ? നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തിന് അനുയോജ്യരായ വ്യക്തികളായി മാറും. നമ്മുടെ കുടുംബം നമ്മളെക്കുറിച്ച് എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ കുടുംബത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി മാറും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മൾ എന്തായി തീരണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആയി തീരാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മതം എന്തായി തീരണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ആയി തീരാൻ നമ്മൾ ആഗ്രഹിക്കും. ഒരു പക്ഷേ നമുക്കിഷ്ടമല്ലെങ്കിൽ കൂടി നമ്മൾ അത്തരത്തിൽ പെരുമാറാൻ നിർബന്ധിക്കപ്പെടും. പല കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് പറ്റാതെ പോകുന്നത് എന്താണ്? കുടുംബത്തിന് അതിഷ്ടമല്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിനോ മറ്റാർക്കെങ്കിലുമൊക്കെയോ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ ജീവിതം പറിച്ചു നടാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ അവരാഗ്രഹിക്കുന്നതായി മാറും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയില്ല. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നു. എന്തിലേക്കാണ് നമ്മൾ മാറാൻ ആഗ്രഹിക്കേണ്ടത്? നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആയി മാറാൻ ആഗ്രഹിക്കണം. തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പാപവഴികളെ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ, നമ്മുടെ ദേഷ്യങ്ങളും വാശികളും ശാഠ്യങ്ങളും ദുർസ്വഭാവങ്ങളുമൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, യഥാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളുടെ പ്ലാൻ, നമ്മളായിത്തീരേണ്ടുന്ന പദ്ധതി യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. യേശു ആയിരിക്കണം നമ്മുടെ പ്ലാൻ. യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, യേശു സ്നേഹിച്ചതുപോലെ ജീവിക്കുക, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കുക, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള വ്യക്തികളായി തീരാൻ നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും. യേശുവിനെ പോലെ ആകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് നടപടിക്രമങ്ങളാണ് യേശുവിലേക്ക് വളരാൻ
നമുക്ക് കഴിയുന്നത്. ആദ്യത്തെ സംഭവത്തിൽ നമുക്ക് ഒരു പ്ലാനില്ല, അതുകൊണ്ട് തന്നെ ആ പ്ലാനിലേക്ക് നടന്നെടുക്കാനുള്ള പടികൾ നമുക്കില്ല. ഇവിടെ നമുക്ക് കർത്താവിനെ പോലെ ആയിത്തീരണമെന്നൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്കറിയാം. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇനിയും യഥാർത്ഥത്തിൽ ഈ വീട്, നമ്മൾ മുമ്പിലത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ വീട് വെക്കുന്നതാരാണ്? നമ്മളല്ല. നമ്മൾ ഒരു പണിയും എടുക്കാറില്ല, അല്ലേ? കാരണം നമുക്കതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ജോലി എന്താണെന്ന് അറിയത്തില്ല. എൻജിനീയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളോ ഇത് ചെയ്യാവുന്ന ഒരാളാണ് അത് നമുക്ക് വേണ്ടി ചെയ്തു തരിക. ഇവിടെയും ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇച്ഛിക്കുക എന്നും ആഗ്രഹിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവത്തിൻ്റെ ആത്മാവാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവത്തെ പോലെ ആയിത്തീരാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോട് ആ ആഗ്രഹം പറയും. കർത്താവേ, എനിക്ക് മാറാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്നെപ്പോലെ ആയിത്തീരണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, നീ വളരണം, ഞാൻ കുറയണം, നിന്നിൽ മറഞ്ഞ് ഞാൻ മായണം, എനിക്ക് നീ ഉണ്ടാവണം, നീ ആകുന്ന വഴിയിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകണമെന്ന് കർത്താവിനോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും അവൻ നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുകയും അവൻ നമ്മളെ തിരുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നടന്നെടുക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ സ്വർഗം മാനിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും ആത്മാവ് രക്ഷയുടെ പാതയിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യും. കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങൾ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാൻ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ആ വഴിയിലൂടെ കർത്താവ് നമ്മളെ നടത്തും. അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് തിരുത്താൻ പറ്റും, നമ്മൾക്ക് മടങ്ങി വരാൻ പറ്റും, നമുക്ക് നല്ലതായി തീരാൻ പറ്റും, നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരാൻ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഒറ്റയ്ക്ക് അധ്വാനിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. തിരുത്തുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് പോലും പരിശുദ്ധാത്മാവാണ്. പല ആളുകൾക്കും തിരുത്താനുള്ള ആഗ്രഹം പോലുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സദാകാലത്തും നമ്മുടെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോഴാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം 100% ശരിയാണ്. ഒരിക്കലും നമ്മൾ പറഞ്ഞ കാര്യം തെറ്റായിട്ട് തോന്നത്തില്ല, നമ്മൾ ചെയ്ത കാര്യം നമുക്ക് തെറ്റായിട്ട് തോന്നത്തില്ല. എൻ്റെ വഴിയിലൂടെ ആലോചിക്കുമ്പോൾ ഇത് 100% ശരിയാണ്, ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ ആരോടും ഒരു ദോഷം ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ശരിയായി തോന്നും. ഒരു പക്ഷേ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് മറ്റൊരാൾക്ക് വിഷമമായി തീരരുത് എന്ന് ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. നമ്മൾ നമ്മുടെ ശരികൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ കുറവെന്താണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കുറവെന്താണെന്നും നമ്മുടെ തെറ്റെന്താണെന്നും തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം. അങ്ങനെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമേ നമുക്ക് മാറണമെന്ന് ആഗ്രഹിക്കാൻ തോന്നുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ നമ്മൾ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കും, രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കും, നമ്മൾ മാറാൻ ആഗ്രഹിക്കും. അങ്ങനെ മാറാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നമ്മൾ ഏതു വഴി നടക്കണം, എന്ത് മാറ്റം വരുത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്താനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു നിർബന്ധവും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ, ആരും അടിച്ചേൽപ്പിക്കുന്നതായി തോന്നാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ യാതൊരു വിഷമതയുമില്ലാതെ ആ മാറ്റം
നമ്മുടെ തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ വിജയത്തോടുകൂടി നടപ്പിലാകുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നും ദൈവത്തിൻ്റെ കാര്യമാണ്. ഒരു പക്ഷേ പല ആളുകളും നമ്മളോട് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കണമെന്നാണ്. നമ്മൾ നല്ലത് ചെയ്യണം, നമ്മൾ ത്യാഗം കഴിക്കണം, നമ്മൾ കൽപ്പന അനുസരിക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അതൊന്നും നമ്മളുടെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുക, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അതിലേക്ക് മാറ്റുവാൻ വഴി നടത്തും. അപ്പോൾ നമുക്കുണ്ടാകേണ്ടുന്നത് മാറാനുള്ളൊരു പ്ലാൻ ആണ് ഉണ്ടാകേണ്ടുന്നത്. ഇന്ന് പലർക്കും ഇല്ലാത്തതും പ്രശ്നം അതാണ്. മാറണമെന്ന് ആഗ്രഹമുണ്ട്, തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ മാറണമെന്നും തിരുത്തണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു പ്ലാനാണ് ഉണ്ടാക്കേണ്ടത്, ഒരു ലക്ഷ്യമാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെപ്പോലെ ആയിത്തീരാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സൃഷ്ടിതാവും പരിപാലകനുമായ സ്നേഹിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അസാധ്യമായതൊന്നുമില്ലാത്ത ദൈവം, ഈ പ്രപഞ്ചവും പ്രകൃതിയും അനുസരിക്കുന്ന ദൈവം, സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം, വരുന്നവനും ഇരിക്കുന്നവനുമായ ദൈവം, ആ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും അവനെപ്പോലെ ആയിത്തീരുവാനും, അവൻ ജീവിച്ചതുപോലെ ജീവിക്കാനും, അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരുമായി തീരാൻ അവൻ നമ്മളെ സഹായിക്കും. പാപം അറിഞ്ഞിട്ടില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം തൊട്ടു തിണ്ടിയിട്ടില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കണ്ണാടി പോലെ അതേ പ്രതിബിംബമായി മാറാൻ കർത്താവ് നമ്മളെ സഹായിക്കും. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരുത്താൻ ആഗ്രഹിക്കുന്നു, മാറാൻ ആഗ്രഹിക്കുന്നു. അത് നിന്നെപ്പോലെ ആയിത്തീരാനാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കർത്താവേ, നീ എന്നിൽ വളരണം, ഞാൻ കുറയണം, നിന്നിൽ മറഞ്ഞ് ഞാൻ മായണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഡെയിലി മരിപ്പിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ സ്വയത്തെ ഞാൻ ഇല്ലാതാക്കുന്നു, എൻ്റെ ശാഠ്യങ്ങളെ ഞാൻ മാറ്റുന്നു, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റുന്നു, എൻ്റെ പിടിവാശികളെ മാറ്റുന്നു. കർത്താവേ, നീ ആയിരിക്കണം ഈ പിടിവാശികൾക്കപ്പുറം, ഈ ഇഷ്ടങ്ങൾക്കപ്പുറം, എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറം നീ ആയിരിക്കണം എൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ സ്വാർത്ഥതകൾ കുറഞ്ഞു പോകണം, നീ വളരണം, എനിക്ക് നിന്നെപ്പോലെ ആയിത്തീരണം എന്ന് നമുക്ക് കർത്താവിനോട് പറയാനായിട്ട് കഴിയണം. അങ്ങനെ ആയിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് നമ്മളെ മാറ്റും. യഥാർത്ഥത്തിൽ ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് ആളുകൾ തെളിവ് അന്വേഷിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും തെളിവ് വേണം, കണ്ടെങ്കിലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ ദൈവത്തെ ഇന്ന് പലപ്പോഴും തെളിയിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുവാൻ മറ്റു മനുഷ്യർക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറുമ്പോൾ, ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കാണുന്നതിന് പകരം യേശുവിനെ കാണുന്ന തരത്തിൽ നമ്മുടെ ജീവിതം കർത്താവുമായി ഇഴുകിച്ചേരുമ്പോൾ മറ്റു മനുഷ്യർ നമ്മളിൽ കാണുന്നത് നമ്മളെയല്ല, നമ്മുടെ പിടിവാശികളെയല്ല, നമ്മുടെ സ്വാർത്ഥതകളെയല്ല, നമ്മുടെ കുഴപ്പങ്ങളെയല്ല. അവർ കാണുന്നത് കർത്താവിനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ കൺമുന്നിൽ അവർക്ക് ദൈവം വെളിപ്പെട്ടു വരുന്നതായി അവർക്ക് തോന്നും. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്രായേലിൻ്റെ മധുര ഗായകനായ ദാവീദിനെ എൻ്റെ ഹൃദയത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത്. മോശയെ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, നിങ്ങളെ കാണുന്നവർ എന്നെ കാണുമെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ അന്ത്യകാലത്ത് പ്രതിഫലിപ്പിക്കാൻ, യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മൾ തിരുത്തപ്പെട്ടവരായി, മാറ്റപ്പെട്ടവരായി, നമ്മുടെ ശീലങ്ങളൊക്കെ മാറ്റി, നമ്മുടെ മദ്യപാന സ്വഭാവം മാറ്റി,
നമ്മുടെ ദേഷ്യ സ്വഭാവം മാറ്റി, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവം മാറ്റി, ഭാര്യയെ തല്ലുന്ന സ്വഭാവം മാറ്റി, കുടുംബത്തിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്ന സ്വഭാവം മാറ്റി, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി നല്ല മനുഷ്യരായി രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ മാറി നിന്നെപ്പോലെ ആയിത്തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ രൂപം എനിക്ക് വേണം, നിൻ്റെ സ്നേഹം എനിക്ക് വേണം, നിൻ്റെ സ്വഭാവം എനിക്ക് വേണം, നിൻ്റെ ഭാവം എനിക്ക് വേണം. ഞാൻ നിന്നെപ്പോലെ ആയിത്തീരാൻ മാതൃക വയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ആ പ്ലാനിലെ നടപ്പിലാക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരും. നമ്മൾ പഴയത് മാറി പുതിയ വ്യക്തികളായി നമുക്ക് മാറാൻ സാധിക്കും. അപ്രകാരം ജീവിതത്തിൽ പുതിയ വ്യക്തികളായി സന്തോഷവും സമാധാനവും ആശ്വാസവും ഉള്ള മനുഷ്യരായി, കുടുംബങ്ങളായി നമ്മുടെ ജീവിതം മാറണമെങ്കിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കാം. ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ പരിണമിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിനും അനുരൂപരായിത്തീരും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന നാട്ടിൽ പോകാൻ ഈ സ്വഭാവം നമ്മളെ സഹായിക്കും. കാരണം നമ്മൾ പാപമില്ലാത്തവരായിത്തീരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിക്കുന്നവരായി മാറും. അവൻ്റെ നീതി നമുക്ക് ലഭിക്കും. അങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്ക് സ്വർഗത്തിലെത്തി ജീവിക്കാൻ, യേശുവിനോട് കൂടെ നിത്യം വാഴാൻ കഴിയുന്ന വ്യക്തികളായി കൂടെ നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ സഹായിക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം വരെയും ഈ നിമിഷം വരെയും ചിന്തിച്ചിട്ടുണ്ടോ, മാറാൻ ആഗ്രഹിച്ചു, എനിക്കിതുവരെ മാറാൻ പറ്റിയിട്ടില്ല, കർത്താവെ എങ്ങനെയാണ് മാറേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് കർത്താവായ യേശുക്രിസ്തു മാറ്റത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ പാതയിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം കർത്താവെ, എൻ്റെ ജീവിതത്തെ മാറ്റണമേ, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് സ്വർഗം സന്തോഷിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരല്പസമയം നിർത്തിയിട്ട്, കർത്താവെ മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ മാറ്റണമേ, നിൻ്റെ സഹായം എനിക്കതിന് വേണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, നിൻ്റെ സഹായം എനിക്ക് വേണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയാൻ കഴിയുമെങ്കിൽ സ്വർഗം ഈ നിമിഷം മുതൽ തന്നെ നിങ്ങളെ മാറ്റാൻ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. അത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നമുക്ക് കണ്ണുകളെ അടച്ച് നമ്മളെ തന്നെ സ്വയം കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നു. നീയാകുന്ന വഴിയിൽ നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈനോക്ക് നടന്നതുപോലെ നിന്നോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരണമേ, നീ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങൾ തിരുത്തുവാൻ സഹായിക്കണമേ. നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, നീ ജീവിച്ചതുപോലെ ജീവിക്കാൻ, നീ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കർത്താവെ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുണ്ടെങ്കിൽ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. കാരണം ഈ സന്തോഷം അവരുടേതും കൂടെ ആയിത്തീരുവാൻ സ്വർഗം ഇന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും നമ്മൾ വീണ്ടും കാണുന്നതുവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ അവിടെയായി കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.